അഴിമതി വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നേർക്കുനേർ. രാഹുൽ ഗാന്ധി സംസാരിച്ചപ്പോൾ ഭൂകമ്പം ഉണ്ടായില്ലെന്ന് നരേന്ദ്രമോദി പരിഹസിച്ചു. അഴിമതി നടത്തിയോ ഇല്ലയോ എന്ന് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് രാഹുലും തിരിച്ചടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ സഹാറ ഗ്രൂപ്പിൽ നിന്നും ബിർള ഗ്രൂപ്പിൽ നിന്നും കോഴ കൈപ്പറ്റിയെന്ന തെളിവ് സഹിതമുള്ള ആരോപണങ്ങളുമായാണ് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തുവന്നത്. നേരത്തെ പ്രശാന്ത് ഭൂഷണും മോഡിക്കെതിരെ ഇത്തരമൊരു ആരോപണവുമായി രംഗത്തു വന്നിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി കൂടി ആരോപണവുമായി രംഗത്തെത്തിയതോടെ പ്രധാനമന്ത്രിക്ക് മറുപടി പറയാതിരിക്കാനായില്ല. വാരണാസിയിൽ വെച്ച് നടന്ന ഒരു പൊതുപരിപാടിയിൽ കോൺഗ്രസിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മറുപടിയുമായി രംഗത്തെത്തി. ഭീകരരെ സംരക്ഷിക്കുന്നത് പോലെയാണ് പ്രതിപക്ഷം കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്നതെന്നും ഭൂകമ്പം ഉണ്ടാകുമെന്ന് പേടിപ്പിച്ച രാഹുൽ ഗാന്ധി പ്രസംഗിക്കാനെങ്കിലും പഠിച്ചതിൽ സന്തോഷമുണ്ടെന്നും യഥാർത്ഥ ഭൂകമ്പം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും മോദി കൂട്ടിച്ചേർത്തു. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി രംഗത്തെത്തി. താങ്കൾ എത്ര വേണമെങ്കിലും പരിഹസിച്ചുള്ളൂ എന്നും പക്ഷേ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോകൂ എന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. അഴിമതി ആരോപണത്തിന് മറുപടിയില്ലാത്തതിനാലാണ് പ്രധാനമന്ത്രി ഒന്നും പറയാത്തതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്. ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ നജീബ് ജംഗ് രാജിവെച്ചു. അക്കാദമിക് രംഗത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് രാജിക്കത്തിൽ അദ്ദേഹം പറയുന്നത്. പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കാനുള്ള ബിജെപിയുടെ മുൻഗണനാ പട്ടികയിൽ മലയാളിയായ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പേരും ഇടം പിടിച്ചിട്ടുണ്ട്. ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൌൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കേരളം സന്ദർശിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഷാർജ ഭരണാധികാരി കേരളത്തിൽ എത്തുക. ഇതാദ്യമായാണ് ഷാർജ ഭരണാധികാരി കേരളത്തിലെത്തുന്നത്. ദുബായിൽ നിന്ന് T ജമാലുദ്ദീന്റെ റിപ്പോർട്ട്. ഷാർജ ബിദ പാലസിൽ വെച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും കൂടിക്കാഴ്ച നടത്തിയത്. കേരളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാർജ ഭരണാധികാരിയെ ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അടുത്ത വർഷം സെപ്റ്റംബറിൽ കേരളത്തിലെത്തുമെന്ന് പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡീലിറ്റും അദ്ദേഹം സ്വീകരിക്കും. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ഷാർജ പാലസിൽ ലഭിച്ചത്. കേരളത്തിന്റെ ഉപഹാരമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിത്തടിയിൽ തീർത്ത ആനക്കുട്ടിയുടെ ശില്പം ഷെയ്ഖ് ഡോക്ടർ സുൽത്താന് സമ്മാനിച്ചു. ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ പിണറായി വിജയന് തന്റെ പുസ്തകങ്ങളും സമ്മാനിച്ചു. ഷാർജയിലെ മലയാളികൾ സാംസ്കാരികമായി ഏറെ മുന്നിൽ നിൽക്കുന്നവരാണെന്നും ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ അവർക്കും പങ്കുണ്ടെന്നും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ പറഞ്ഞു. മലയാളികളുടെ രണ്ടാമത്തെ വീടാണ് ഗൾഫെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു. 45 മിനിറ്റ് നേരം ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ പിണറായി വിജയനുമായി ചിലവഴിച്ചു. MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ പൂർണ്ണ ഗ്യാരണ്ടി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെ വിശ്വസിച്ച് പ്രവാസികൾക്ക് കേരളത്തിൽ നിക്ഷേപം നടത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ തന്നെയായിരിക്കും ഗ്യാരണ്ടിയെന്നും സർക്കാരിനെ പൂർണ്ണമായി വിശ്വസിച്ച് പ്രവാസി മലയാളികൾക്ക് നിക്ഷേപം നടത്താമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാർ ഉദ്ദേശിക്കുന്നത് നിക്ഷേപിക്കുന്നവർക്കുള്ള താങ്ങായി സർക്കാർ നിൽക്കുക എന്ന് തന്നെയാണ്. അതായത് നിക്ഷേപത്തിന് സർക്കാർ തന്നെയായിരിക്കും ഗ്യാരണ്ടി. ഇഷ്ടമുള്ള മേഖലയിൽ മുതൽ മുടക്കാൻ സാധിക്കും. ഏത് നിക്ഷേപവും സർക്കാരിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അതിൻ്റെ കൂടെ സർക്കാരുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പായി വിശ്വസിക്കാം. പ്രവാസി സംരംഭകരെ സഹായിക്കാൻ പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെല്ലിന് രൂപം നൽകുമെന്നും വ്യവസായങ്ങൾക്കുള്ള അപേക്ഷയ്ക്കും ക്ലിയറൻസിനും ഓൺലൈൻ സംവിധാനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി ബിസിനസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് സിറ്റി CEO ജാബിർ ബിൻ ഹാഫിസ്, പ്രമുഖ വ്യവസായി MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ബിസിനസ് മീറ്റിൽ പങ്കെടുത്തു. വാണിജ്യ വ്യവസായ രംഗത്തെ നിരവധി പേർ ബിസിനസ് മീറ്റിൽ പങ്കാളികളായി. T ജമാലുദ്ദീൻ, ദുബായ്. പ്രവാസി മലയാളി നിക്ഷേപകർക്ക് ആവേശം പകർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ പങ്കെടുത്തത്.
വാണിജ്യ വ്യാവസായിക രംഗത്തെ വിവിധ മേഖലകളിലെ നിരവധി പേർ ബിസിനസ് മീറ്റിൽ സംബന്ധിച്ചിരുന്നു. കേരളത്തിലേക്ക് പ്രവാസി മലയാളികളുടെ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാൻ ബിസിനസ് വഴിയാകുമെന്ന് പ്രവാസികൾ കരുതുന്നു. സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിസിനസ് മീറ്റിൽ അവതരിപ്പിച്ചത്. എല്ലാം കൊണ്ടും നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രവാസി സംരംഭകർക്ക് ധൈര്യം പകർന്നു. ഒരു ബുദ്ധിമുട്ടും നിക്ഷേപിക്കാൻ വരുന്നവർക്കുണ്ടാവില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അവർക്ക് നേരിട്ട് ബന്ധപ്പെടാൻ, അത് ബന്ധപ്പെട്ട മന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതിന് പ്രത്യേക സംവിധാനം ഉണ്ടാകും. ആവശ്യമാണെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെടാനും ഒരു പ്രയാസവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. സർക്കാർ തന്നെയാണ് പ്രവാസി നിക്ഷേപകർക്ക് ഗ്യാരണ്ടി എന്നത് നിക്ഷേപകർക്ക് ഏറെ ആത്മവിശ്വാസം നൽകി. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് കേരള ഗവൺമെൻറ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗ്യാരണ്ടി തരുന്നു എന്നാണ്. രാജ്യങ്ങളും തമ്മിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ അഗ്രിമെൻറ്റുകളുണ്ട്. അതുമാതിരി തന്നെയാണ് ഇന്ന് കേരളത്തിൻ്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ഞാൻ കേരള ഗവൺമെൻറ് തരുന്നു എന്ന് ഇവിടുത്തെ പ്രവാസി സമൂഹത്തോട് പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പ്രവാസികൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ട്. അതിനുള്ള കാലാവസ്ഥ സംജാതമാക്കാൻ വേണ്ടി ഒരു ഇൻഡസ്ട്രിയൽ പോളിസിക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുബായ് എമിറേറ്റ്സ് ടവറിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചത്. ദുബായ് സർക്കാരിന്റെ നിറഞ്ഞ പിന്തുണയോടെയാണ് ബിസിനസ് മീറ്റ് എന്നതും പ്രവാസി നിക്ഷേപകർക്ക് കരുത്തു പകർന്നു. പ്രവാസി മലയാളി നിക്ഷേപകർക്ക് ഏറെ ആത്മവിശ്വാസം പകർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിസിനസ് മീറ്റിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ പ്രവാസികൾ സ്വാഗതം ചെയ്തു. ദുബായിൽ നിന്ന് ക്യാമറമാൻ ഡി ജോസിനൊപ്പം ടി ജമാലുദ്ദീൻ. ഷാർജ ഇന്ത്യൻ സ്കൂൾ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഷാർജ ജുബൈസയിലെ സ്കൂളാണ് പിണറായി ഉദ്ഘാടനം ചെയ്തത്. പ്രമുഖ വ്യവസായി എം.എ. യൂസഫ് അലി, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ മുരളീധരൻ, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈ എ റഹീം, സെക്രട്ടറി ബിജു കെ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. സന്നിധാനത്തെ ടെലികോം സാങ്കേതിക വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച കൃഷ്ണകുമാർ പടിയിറങ്ങുന്നു. ട്രങ്ക് കോളിന്റെ കാലത്ത് നിന്ന് 4Gയുടെ പുതിയ യുഗത്തിലേക്ക് ശബരിമലയെ കൈപിടിച്ചുയർത്തതിൽ പ്രമുഖ സ്ഥാനമാണ് സന്നിധാനത്തിന്റെ സ്വന്തം എഞ്ചിനീയർക്കുള്ളത്. ശബരിമലയിൽ സേവനത്തിന്റെ 2 ദശകം പൂർത്തിയാക്കി പടിയിറങ്ങുന്നതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സന്നിധാനത്തെ BSNL സബ് ഡിവിഷൻ എഞ്ചിനീയർ എസ് കൃഷ്ണകുമാർ. 1994 കൃഷ്ണകുമാർ മലകയറുമ്പോൾ ട്രങ്കുകോളുകൾ ബുക്ക് ചെയ്ത് മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന തീർത്ഥാടകരുടെ നിരയായിരുന്നു കൺമുന്നിൽ. എന്നാൽ നാട്ടിലെ സാങ്കേതിക വിദ്യയെ സ്വന്തം ചുമലിലേറ്റി ഇന്നത് 3G 4G നിലവാരത്തിലേക്ക് സന്നിധാനത്തെ വിവര സാങ്കേതിക വിദ്യയെ എത്തിച്ചു. ഇതിൽ കൃഷ്ണകുമാറിന്റെ പങ്ക് ചെറുതല്ല. ജോലി ചെയ്ത് വളരെ കൃതാർത്ഥത തോന്നുന്നു. എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാലം ശാരീരികമായിട്ട് മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സഹകരണവും മനോഭാവം എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്ന് എന്നോട് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനും എൻ്റെ ആത്മാർത്ഥമായ രീതിയിൽ ഞാൻ അതിന് സഹകരിച്ചിട്ടുണ്ട്. അതിൻ്റെതായ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അങ്ങേയറ്റം എനിക്ക് സന്തോഷമുണ്ട്. 16 വർഷത്തെ സേവനത്തിന് ശേഷം മെയ് മാസത്തിൽ സർവീസിൽ നിന്നും പടിയിറങ്ങുന്നുവെങ്കിലും ഇനിയുള്ള ശബരിമല ഉത്സവകാലത്തും BSNLന്റെ വളർച്ചയ്ക്ക് തന്റേതായ സംഭാവനകൾ നൽകാൻ സ്വയം അർപ്പിതമായ സേവന മനസ്സുമായി താനുണ്ടാകുമെന്ന ഉറപ്പും കൃഷ്ണകുമാർ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, ശബരിമല. അനധികൃത സ്വർണവും പണവും വസതിയിൽ നിന്ന് ആദായ നികുതി വകുപ്പ് പിടികൂടിയ പി രാമമോഹന റാവുവിനെ തമിഴ്നാട് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ കണക്കിൽപ്പെടാത്ത പുതിയ നോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ദില്ലിയിലെ സ്വകാര്യ ബാങ്കുകളിൽ വ്യാജ കമ്പനികളുടെ പേരിൽ കോടികളുടെ നിക്ഷേപമുള്ളതായും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തി. BJP നേതാവ് ജനാർദ്ദൻ റെഡ്ഡിയുടെ വസതിയിൽ റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല. മനുഷ്യക്കടത്ത് കേസ് പ്രതി ഉൾപ്പെടെ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘം കൊച്ചിയിൽ പിടിയിൽ. നെടുമ്പാശ്ശേരി മനുഷ്യക്കടത്ത് കേസ് പ്രതി ലിസി സോജൻ അടക്കം 4 അംഗ സംഘത്തെയാണ് ആദായ നികുതി വകുപ്പ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ഇവരിൽ നിന്ന് 10 കോടി രൂപയുടെ ചെക്ക് കണ്ടെടുത്തു. ഇവരെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു വരികയാണ്. ജില്ലാ സഹകരണ ബാങ്കുകളിലെ എൻഫോഴ്സ്മെന്റ് പരിശോധന അസ്വാഭാവികമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത്തരം നടപടികൾ ന്യൂ ജനറേഷൻ ബാങ്കുകളെ സഹായിക്കാനാണെന്ന് കോടിയേരി ദില്ലിയിൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ.
സഹകരണ ബാങ്കുകളിലെ ഏത് പരിശോധനയും സ്വാഗതം ചെയ്യുന്നു. പരിശോധനയിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ അത് ബോധ്യപ്പെടാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മന്ത്രി പ്രതികരിച്ചു. സഹകരണ ബാങ്കുകളെ കരിവാരിത്തേക്കാനുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരും BJPയും നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അസാധു നോട്ടുകൾ നിക്ഷേപിക്കാൻ വൈകിയതിന്റെ വിശദീകരണം ചോദിച്ച ബാങ്കിന് ഉപയോക്താവ് നൽകിയ ചുട്ട മറുപടി ജനങ്ങൾ ഏറ്റെടുത്തു. സംഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറി. മുംബൈ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്രൊഫസറും ഡീനുമായ R. രാംകുമാറാണ് മോദി സർക്കാരിനെ വെട്ടിലാക്കിയത്. തിയേറ്ററുകളിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാള ചിത്രങ്ങൾ പിൻവലിക്കില്ലെന്ന നിർമ്മാതാക്കൾ. അന്യഭാഷാ ചിത്രങ്ങൾ തിയേറ്ററുകൾ കൈയടക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും.